So my dear civil engineers, അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. അപ്പൊ നമുക്ക് സിവിൽ കഴിഞ്ഞവർക്ക് ഒരുപാട് അല്ലെ ഗവൺമെന്റ് എക്സാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ ഓവർസിയർ എക്സാംസുകൾ, RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, അങ്ങനെ നിരവധി എക്സാംസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഗവൺമെന്റ് എക്സാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്താ, ബാക്കിയുള്ള ബ്രാഞ്ചുകാരെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. സോ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവർക്ക് ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് ഈ വരുന്ന 2025, 26, 27 വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്നത് അല്ലെ. ഓൾറെഡി ഒരുപാട് എക്സാംസുകൾ ഈ വരുന്ന ജൂൺ ജൂലൈ എക്സാമിൽ വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, KW പോലുള്ള LSTD പോലുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് നമുക്ക് പല ഗ്രേഡുകളിലുള്ള ഓവർസിയർ എക്സാംസുകളിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോ ഈ 2026 ഇപ്പൊ നമ്മൾ ഈ 25 വന്ന പോലെ ഒരുപാട് എക്സാംസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതല്ലാതെ ജൂൺ ജൂലൈയിൽ വരുന്ന ഒരു എക്സാമിന് ഏപ്രിൽ മെയ്യിൽ പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർക്ക് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ അതല്ല, നിങ്ങൾക്ക് ഒരു ലോങ് ടേം ആയിട്ട് 2026 വരുന്ന ഓവർസിയർ എക്സാംസുകൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് എന്തല്ല കംപ്ലീറ്റ് സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എക്സാമിനോട് അടുപ്പിച്ചുള്ള മാസങ്ങളിൽ റിവിഷനും ക്വസ്റ്റ്യനും ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓവർസിയർ എക്സാമിന് പോകണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വരുന്ന ഏപ്രിൽ 9 സൈലം ടെക്നിക്കൽ ഓൺലൈൻ ആയിട്ട് ആരംഭിക്കുന്ന ഓവർസിയർ ലൈവ് ബാച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ ആണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ 8 to 9 മന്ത് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസുകൾ ഈ ഒരു ലൈവ് ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസിന്റെ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം, എങ്ങനെയാണ് ബാച്ചുകൾ വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെ, സൈലം ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലുകൾ ഇട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡെമോ ക്ലാസ്സുകളായിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും 110% ക്വാളിറ്റി ഉള്ള കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൾട്ടീസ് നയിക്കുന്ന സിവിൽ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വീട്ടിലെ മക്കളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അല്ലെ, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് വരുന്നത് 2 to 3 hours ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് ആ ഒരു ലൈവില് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എത്ര സമയം, ഇൻഫിനിറ്റ് ടൈംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. സോ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 6 മണി കുളിച്ച് മാറ്റിയൊക്കെ റെഡി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 മണിക്കൂർ അല്ലെ, ഒരു 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 2 to 3 hours ആണ് പെർ ഡേ വരുന്നത്. 1 hour ആയിട്ടുള്ള ലൈവ് സെഷനുകളായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്ലാസ് ചിലപ്പോൾ 5 മണിക്കായിരിക്കും, അടുത്ത ക്ലാസ് ഒരു 7 മണിക്കായിരിക്കാം, അടുത്ത ക്ലാസ് 9 മണിക്കായിരിക്കാം. അങ്ങനെ ഓരോ 1 hour ഉള്ള ഓരോ അല്ലെ, അല്ലാതെ നമ്മൾ 2-3 മണിക്കൂർ ഒറ്റ സബ്ജക്ട് എടുക്കുക എന്നുള്ളതല്ല, ഓരോ 1 hour ആയിട്ടുള്ള സെക്ഷനുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 5 to 6 days ആണ് ക്ലാസ്സുകൾ വരിക. സോ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഓവർസിയർ എക്സാം എന്ന് പറയുമ്പോൾ അത് ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും അല്ലെ, ITI ഡിപ്ലോമ ലെവലിൽ വരുന്ന എക്സാംസുകൾ വരുന്നുണ്ട്. ഗ്രേഡ് 1, 2 എക്സാംസുകളാണ് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് നമ്മുടെ മുന്നിൽ ഒരുപാട് LSTD, PWD ഇറിഗേഷൻ, കേരള വാട്ടർ അതോറിറ്റി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലോട്ടുള്ള ഓവർസിയർ എക്സാംസുകൾ ഒരു സിവിൽ ഡിപ്ലോമ, ബിടെക്, ITI കഴിഞ്ഞ സ്റ്റുഡൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വരുന്ന എക്സാംസുകൾക്കൊക്കെ നമ്മൾ ഒരു ലോങ് ടേം ആയിട്ട് നമ്മളൊരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തല്ല, നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലെയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ 2026 വരുന്ന ഏതെങ്കിലും ഒരു ഓവർസിയർ എക്സാമിന് എനിക്ക് നല്ലൊരു റാങ്ക് വാങ്ങണം എന്ന ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എത്ര നേരത്തെ നമുക്ക് തുടങ്ങാൻ പറ്റും
പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങണം. എന്നാൽ മാത്രം നമ്മൾ ഇത്രത്തോളം കോമ്പറ്റീറ്റീവ് അല്ലെ നേച്ചർ വരുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകള് വളരെ ഇന്റൻസ് ആയിട്ട് വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ഈ ഒരു എന്താ പറയാ PSC ടെക്നിക്കൽ എക്സാംസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പോ നിങ്ങൾ ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും നാളേക്ക് മാറ്റി വെക്കരുത്, അല്ലെങ്കിൽ അടുത്ത മാസത്തിലോട്ട് അല്ലെങ്കിൽ അടുത്ത വർഷത്തിലോട്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, നമ്മൾ മാറ്റി വെക്കരുത്. നമ്മുടെയൊക്കെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ഓക്കെ, എനിക്ക് വീട്ടിൽ കുട്ടികളെ നോക്കാനുണ്ടോ, എനിക്ക് ജോലി ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ തീരുമാനിക്കണം അല്ലെ. നമ്മൾ ഒരുപാട് കഥകളും അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഓവർസിയർ എക്സാം അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ജോലിയുടെ കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ വേറെ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും സൈലം ടെക്നിക്കലിന്റെ ഓവർസിയർ ലൈവ് ബാച്ചിലൂടെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ ഏറ്റവും ടോപ്പ് നോച്ച് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക്, ലൈവ് ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഏത് ഓവർസിയർ എക്സാംസുകൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണ്, നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ITയുടെ ടെക്സ്റ്റ് നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ നിമി ബേസ്ഡ് ക്ലാസ്സുകൾ, മെന്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ മാർക്കുകളും എക്സാംസുകളും ഒക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളെ മുന്നോട്ട് നടത്താൻ ഒരു മെന്റർ സപ്പോർട്ടുകൾ. പിന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു PSC എക്സാം പോലുള്ള ഒരു കോമ്പറ്റീറ്റീവ് ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാക്സിമം ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. എന്തിനാണ്, ഒന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പരിചയപ്പെടണം. പിന്നെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഈ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, ഈ പറയുന്ന ഒരു ടെസ്റ്റ് സീരീസുകൾ വഴിയാണ്. സോ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ, നമ്പർ ഓഫ് സബ്ജക്ട് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക്കുകളും തീരുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അടക്കം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ, ഒരുപാട് ടെസ്റ്റുകളാണ് അല്ലെ, ടെസ്റ്റുകളാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, ഒരു വെൽ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അല്ലെ, ഒരു വെൽ ക്ലാസ്സുകൾ നമുക്ക് വേണം, ഒരു വെൽ പ്രിപ്പയർഡ് നോട്ട്സ് നമുക്ക് വേണം, ഒരു വെൽ പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വേണം. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കാൻ. സോ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ ഈ പറയുന്ന ഓവർസിയർ സിവിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നത്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏതൊരു സാധാരണക്കാരനും അല്ലെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകളിലാണ് ഇന്ന് കേരളത്തിലെ സൈലം ലേണിംഗ് പ്ലാറ്റ്ഫോം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ഓവർസിയർ കോഴ്സിന്റെയും ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 4,999 ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ആദ്യത്തെ ഏർലി ബേർഡ് ഓഫർ എന്നുള്ളതിൽ 200 സ്റ്റുഡൻസിനാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു 5,000 അല്ലെങ്കിൽ 4,999 എന്നുള്ള ഈ ഒരു എമൗണ്ട് കൊണ്ട് നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ, കാരണം അത് വളരെ എന്താ പറയുന്നത്, നമ്മൾ പഠിച്ച ഫീൽഡിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അല്ലെ, അത് വളരെ ഒരു നമ്മുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെങ്കിൽ നമ്മുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് മുന്നേറാം. നിങ്ങളുടെ കൂടെ ഉണ്ട് സൈലം ടെക്നിക്കല്. അപ്പോ ഈ ഡേറ്റ് മറക്കണ്ട, April 9-നാണ് നമ്മൾ പുതിയ ഓവർസിയർ സിവിൽ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ഒരു നമ്പറിൽ 9995100800 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അപ്പൊ 2026 ഒരു ഓവർസിയർ എക്സാം നിങ്ങൾ റാങ്ക് നേടിയെടുക്കണം. സോ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.